നമസ്കാരം. ഒരു വിഷയം, ട്രസ്റ്റ്, വിശ്വാസം, വിശ്വാസ്യത, വിശ്വസ്തത. ഈ വിശ്വാസം എന്നാൽ എന്താണ്? ഒരാൾക്ക് ഒരാളോടുള്ള വിശ്വാസം, എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള വിശ്വാസം. വിശ്വസ്തർ, അവിശ്വാസം. വിശ്വാസം പറയുമ്പോൾ അവിശ്വാസം വരും. ഈ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളിൽ നമുക്കുള്ള വിശ്വാസം. മറ്റുള്ള നമ്മൾ വിശ്വസിക്കണമെങ്കിൽ എങ്ങനെയാണ്? അവർ വിശ്വസ്തരാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം. അവർ വിശ്വസ്തരാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ നമുക്ക് വിശ്വാസം വരും. ചിലരുണ്ട് ആരോടും വിശ്വാസമില്ലാത്തവർ. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം അവർക്കാരെയും വിശ്വാസമില്ല. അവർ വിശ്വസ്തരല്ല എന്നുള്ള തോന്നൽ അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് അവർ ഒരാളെ വിശ്വസിക്കാത്തത്. മറ്റുള്ളവരെ വിശ്വസിക്കുന്ന ഒരാൾ അവർ വിശ്വസ്തരായിരിക്കും. അതാണ് വിശ്വാസം. ഈ എന്തിനെ അവിശ്വസിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവിശ്വാസം അവരുടെ ജീവിതത്തിൽ രൂഢമൂലമായ ഒരു വികാരമാണ്. എന്തിനേയും സംശയദൃഷ്ടിയാൽ നോക്കുന്ന എന്തിനേയും പ്രത്യേക ഒരു കണ്ണാൽ നോക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ അവരൊരിക്കലും വിശ്വസ്തരായിരിക്കില്ല, മറ്റുള്ളവർക്ക് വിശ്വസ്തരായിരിക്കില്ല. കാരണം അവരെപ്പോഴും ദോഷമായി മറ്റുള്ളവരോട് പെരുമാറുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ മറ്റൊരാളെ കൃത്യമായി സ്നേഹിക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ വിശ്വാസം, അതായത് ട്രസ്റ്റ്, അത് കൊടുത്തു വാങ്ങേണ്ടുന്ന സംഗതിയാണ്. നമ്മൾ കൊടുക്കണം, അത് കിട്ടും. കൊടുത്തെങ്കിലേ കിട്ടൂ, കൊടുക്കാതെ കിട്ടില്ല. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ മറ്റൊരാളെ വിശ്വസിക്കാൻ നമുക്ക് മനസ്സ് വരും. നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ ഒരിക്കലും അതിന് മനസ്സ് വരത്തില്ല. നന്ദി, നമസ്കാരം.